ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 9/2/2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. അസിസ്റ്റൻറ്റ് അതോടൊപ്പം സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾ കോൺട്രാക്റ്റ് ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 9/2/2024 രാവിലെ 10 മണി മുതൽ 24/2/2024 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് നോക്കാം. അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ 1, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് ഈ 4 ജില്ലകളിലായിട്ട് ഓരോ വേക്കൻസിയാണുള്ളത്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് എനി ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളജാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് 30,995 രൂപയാണ് സാലറി ആയിട്ട് മാസം ലഭിക്കുക. ഏജ് ലിമിറ്റ് നോക്കുന്നത് 1/1/2024 നിങ്ങൾക്ക് 45 വയസ്സ് കവിയാൻ വേണ്ടി പാടുള്ളതല്ല. സ്റ്റെനോ ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലയിൽ ഓരോ വേക്കൻസിയാണുള്ളത്. നിങ്ങൾ SSLC പാസ്സായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. സാലറി ആയിട്ട് ലഭിക്കുക 22,290 രൂപ, അതായത് 22,290 രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക. 45 വയസ്സ് തന്നെയാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അത് നിങ്ങൾക്ക് റിട്ടയർഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് 62 വയസ്സ് കവിയാൻ വേണ്ടി പാടുള്ളതല്ല എന്നും കൂടി പറയുന്നുണ്ട്. ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലയിൽ ഓരോ വേക്കൻസിയാണുള്ളത്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. 18,390 രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുക. നിങ്ങൾക്ക് 45 വയസ്സ് കവിയാൻ വേണ്ടി പാടുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അവസാന തീയതി ഒന്ന് നോക്കി വെക്കുക. അവസാന തീയതി 24/2/2024 ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.